പ്രൈസ് ദി ലോർഡ്. Praise Lord. നമുക്ക് Amen. 136 സങ്കീർത്തനം വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളതിന് ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അമോന്യ രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. ബാശാൻ രാജാവായ ഓഗിനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. അവന്റെ ദയ എന്നേക്കുമുള്ളത്. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ നടുവിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. Praise Lord. Praise Lord. Praise God. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ സന്ധ്യാസമയം വിവിധ ഭവനങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മൾക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ ആരാധിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും, ആരാധനയ്ക്കായി കൂടി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് പറ്റാത്ത അനേക പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാകഷ്ടത്തിലും സങ്കടത്തിലുമായിരിക്കുന്നു. അവരെ നമ്മൾക്ക് ഓർക്കാം. നമ്മളോടൊപ്പം ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ, അവരെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ ഐസക് അവറുകളെയും തൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ വിവിധ ഡിവൈസുകൾ കൂടി കടന്നു വന്ന് ഹല്ലേലൂയ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേകാൽ ഹല്ലേലൂയ വന്ദനം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ബേബി ജേക്കബ്. ഹല്ലേലൂയ. ഞാൻ ഹ്യൂസ്റ്റണിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ലോകം വല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾക്കറിയാം. അതിൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചൊന്നും ഹല്ലേലൂയ നമ്മൾക്ക് പ്രത്യേകമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന മാത്രമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആയുധമായിട്ടുള്ളത്. പ്രത്യേകാൽ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്, ഗുഡ് ഫ്രൈഡേ. ഹല്ലേലൂയ. ഇംഗ്ലീഷുകാർക്കെല്ലാം അത് ഗുഡ് ഫ്രൈഡേ ആയിരിക്കുമ്പോൾ പാവപ്പെട്ട മലയാളികളാകുന്ന നമുക്ക് മാത്രം അത് ദുഃഖ വെള്ളിയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്. എന്തായാലും ദുഃഖവെള്ളി ആയാലും ഗുഡ് ഫ്രൈഡേ ആയാലും അല്ലെങ്കിൽ നല്ല വെള്ളി ആയാലും ലോകം മുഴുവനും ഓർമ്മിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലെ ഓശാന ഞായറാഴ്ച മുതൽ ഹല്ലേലൂയ ഇനി അടുത്ത ഉയർപ്പ് ഞായറാഴ്ച വരെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പ്രത്യേകതകളെയും ഓർക്കുകയും അത് ആചരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശുമരണം, കർത്താവിൻ്റെ ഹല്ലേലൂയ യെരൂശലേമിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഹോശാന ഞായറാഴ്ച,
പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ആഘോഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഒരനുഷ്ഠാനമായിരുന്നു. എന്നാൽ നിങ്ങളെ എല്ലാവരെയും പോലെ കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ ഇന്ന് അത് എൻ്റെ അനുഭവമായി മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഒരാചാരത്തിനോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിനോ ഒന്നും ഹല്ലേലൂയ ദൈവമക്കളാകുന്ന നമ്മൾക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രത്യേകമാകുന്ന പ്രത്യേകതകളോ അതിന് പ്രത്യേകമാകുന്ന ആഘോഷങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ഒന്നും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലില്ല. ഒരിക്കലായി കർത്താവ് നമ്മൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, ഒരിക്കലായി അവൻ ക്രൂശിക്കപ്പെട്ടു, ഒരിക്കലായി അടക്കപ്പെട്ടു, എന്നേക്കുമായി മരണത്തെ ജയിച്ച് കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റു, ഇന്നും ജീവനുള്ളവനായി നമ്മൾക്കായി ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിനായി ഞാൻ എൻ്റെ കർത്താവിന് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച 136 സങ്കീർത്തനം. ഹല്ലേലൂയ സ്തോത്രം. പെസഹായുടെ അനുഭവത്തിൽ ഹല്ലേലൂയ ചോരത്തളി ആചരിച്ച് മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടതായ തൻ്റെ ജനം പുറപ്പെടുന്നതിന് മുമ്പ് അവര് ഹല്ലേലൂയ സ്തോത്രം ഒരു കുഞ്ഞാടിനെ അറുത്തു, അതിൻ്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തേച്ചു. അവരാ ഭവനത്തിൽ ഒതുങ്ങിയിരുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. എന്നാൽ പുറത്ത് വലിയ സംഹാരം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കടിഞ്ഞൂൽ സംഹാരം എന്ന് നമ്മൾ തിരുവചന പ്രകാരം അത് മനസ്സിലാക്കുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ ജനം വളരെ ഭയത്തോടും ഭക്തിയോടും ദൈവം മോശയിൽ കൂടി കൽപ്പിച്ചതായ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് അവരവരുടെ ഭവനങ്ങളിൽ കയറി ഹല്ലേലൂയ കർത്താവിന്റെ ആലോചന എപ്രകാരം ഹല്ലേലൂയ അവർ പ്രാപിച്ചുവോ അതിനൊത്തവണ്ണം അവർ കുടുംബമായി, വ്യക്തികളായി അവരവരുടെ ഭവനങ്ങളിൽ സുരക്ഷിതരായിരുന്നു. പുറത്ത് കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടി. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് അവര് അണുകിട ചലിച്ചില്ല, ഇടത്തോട്ടും പോയില്ല, വലത്തോട്ടും പോയില്ല. പുറത്ത് എന്ത് നടക്കുന്നു, അവിടെ എന്തൊക്കെയാണ് കാണുന്നത്, കേൾക്കാൻ കഴിയുന്നത് എന്ന് നോക്കാനായി ആരും വെളിയിലോട്ട് ഇറങ്ങിയില്ല. അത് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. സമയമായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച ഹല്ലേലൂയ സ്തോത്രം അഹരോനും മോശയും യോശുവയും കൂട്ടരെല്ലാം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സമയമായപ്പോൾ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് യാത്ര തുടരുവാനുള്ള സമയമായപ്പോൾ അവരൊരു സ്ഥാനത്ത് ഒത്തുകൂടി. ഹല്ലേലൂയ. അവർ കാഹളം മുഴക്കി. പുറകെ ഒരു ശബ്ദം വന്നു, ഇസ്രായേലേ പുറപ്പെടുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ആ ശബ്ദം കേട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ജനം ഹല്ലേലൂയ സ്തോത്രം ഒരെണ്ണം പോലും അവശേഷിക്കാതെ എല്ലാവരും ഹല്ലേലൂയ മോശയുടെയും അഹരോന്റെയും അടുക്കൽ വന്നുകൂടി. അവരങ്ങനെ യാത്ര തുടർന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ഹല്ലേലൂയ മിസ്രയീമിൽ നിന്നുള്ള യാത്ര തുടങ്ങിയിട്ട് അവരെ വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ എത്തിക്കുന്നത് വരെ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ആ യാത്രക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഹല്ലേലൂയ ഈ 136 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഭാഷയുടെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എത്ര വരെ ആ സമയം? 7:30 വരെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ആ യാത്രയിൽ എന്തെല്ലാം അത്ഭുതവും അതിശയകരവുമാകുന്ന പ്രവൃത്തികളാണ് ദൈവം ഹല്ലേലൂയ താൻ വിളിച്ച ഹല്ലേലൂയ വിടുവിച്ച ഹല്ലേലൂയ താൻ വേർതിരിച്ച തന്റെ ജനത്തിനു വേണ്ടി ചെയ്തതെന്ന് ഹല്ലേലൂയ സ്തോത്രം ഈ സങ്കീർത്തനിൽ കൂടിയും ഹല്ലേലൂയ സ്തോത്രം പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ തുടങ്ങിയ പുസ്തകത്തിൽ നിന്നൊക്കെയും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പുറപ്പെട്ടു വന്ന ജനം പല ഇടങ്ങളിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചതായും ദൈവത്തെ മുഷിപ്പിച്ചതായും നമ്മൾ വായിക്കുന്നു. വലിയൊരു വാഗ്ദത്തം കേട്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവർ യാത്ര തുടർന്നത്. പക്ഷേ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ പലയിടങ്ങളിലും അവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്.
ആലില് അവര് മനസ്സിൽ കണ്ട ഒരു സ്വപ്ന ദേശത്തിൽ കൂടിയല്ല അവര് മുൻപോട്ട് പോകുന്നത്. ആലില് അവര് കറവ് കിട്ടിയത് തേനും പാലും ഒഴുകുന്ന ഒരു ദേശം. അവരുടെ പിതാവായ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതായ വാഗ്ദത്ത ഭൂമി. ആലില് അവർ അല്ലലും അലച്ചിലും കൂടാതെ വേഗത്തിൽ അവിടെ എത്തി. ഈ അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അവിടെ സ്വസ്ഥമായും സുഖമായും കഴിയാം എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. എന്നാൽ അവർ കടന്നു പോകേണ്ടുന്ന വഴിയിൽ പാലിക്കേണ്ടതായ അനുസരണവും താഴ്മയും വിനയവും അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ദൈവിക നിയമങ്ങളും സ്തോത്രം ദൈവം അരുളി ചെയ്തപ്പോൾ അത് മനസ്സിലാക്കുവാനോ അതിനനുസരിച്ച് സ്റ്റെപ്പുകളെ വെക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. വിളിച്ചത് ദൈവമാണെങ്കിലും ഇറങ്ങിത്തിരിച്ചത് ദൈവശബ്ദം കേട്ടാണെങ്കിലും പലപ്പോഴും അവർ മത്സരികളായി തീർന്നു. സ്തോത്രം അവർക്ക് തലവന്മാരായി നിയമിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ അവർ വകവച്ചില്ല എന്ന് നമ്മൾ വായിക്കുന്നു. എങ്കിലും അതൊക്കെയും ദൈവം അവരോട് ക്ഷമിച്ചു. അവരുടെ കുറവുകളെ, അവരുടെ കുറ്റങ്ങളെ, അവരുടെ പിറുപിറുപ്പുകളെ, അവരുടെ സ്തോത്രം എല്ലാ ബലഹീനതകളെയും ദൈവം ക്ഷമിച്ചു. ഓരോ പ്രാവശ്യവും അവരെ ഓരോരോ അനുഭവത്തിൽ കൂടി മുന്നോട്ട് നടത്തി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ഇറങ്ങിത്തിരിച്ച സ്ഥലത്ത് നിന്നും അവരെ എത്തേണ്ട ഇടത്ത് എത്തിക്കേണ്ട ജോലിയും അതിന്റെ പ്രവൃത്തിയും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും വിളിച്ച വിശ്വസ്തനായ ദൈവത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് അവർ മറന്നു പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനും ദൈവത്തിന്റെ ആലോചനയ്ക്കും കാത്തിരിക്കാതെ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ പല കാര്യങ്ങൾ ചെയ്തു. അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് അവർ സ്തോത്രം ജീവനില്ലാത്ത അവർ കണ്ടു പരിചയിച്ച അവര് നേരത്തെ ആചരിച്ചു വന്ന വിഗ്രഹത്തിന് മുമ്പാകെ അവരെ തന്നെ അനാവൃതരാക്കി. പ്രൈസ് ഗോഡ്. അതെല്ലാം ദൈവം ക്ഷമിച്ചു. അവർക്ക് പല ശിക്ഷകളൊക്കെയും കൊടുത്തു. പിന്നെയും മുമ്പോട്ട് നടത്തി. അവർക്ക് വേണ്ടി ദൈവം ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനും ചെയ്യാത്ത അത്ഭുത പ്രവൃത്തികളെ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. സ്തോത്രം ലോകമുണ്ടായതു മുതൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തതും ആർക്കും ചെയ്യുവാൻ കഴിയാത്തതുമായ അത്ഭുത പ്രവൃത്തികൾ മനുഷ്യന്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ഉന്നതന്മാർക്കോ ബലവാന്മാർക്കോ ശക്തന്മാർക്കോ മനസ്സിലാക്കുവാനോ പ്രവർത്തിപ്പാനോ കഴിയാത്തതായ അത്ഭുതങ്ങൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നിരീശ്വരവാദികൾ ചോദ്യം ചെയ്യുന്നത്, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ഉള്ളതാണോ? ശരിയാണ്. ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിന്റെ പ്രവൃത്തികളെ സ്വന്തം ബുദ്ധിയിൽ അളക്കുവാനോ അതിന്റെ ഉത്തരം കണ്ടെത്തുവാനോ അതിൽ വിശ്വസിപ്പാനോ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്ന സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന ഒരു വ്യക്തിക്കും കഴിയുകയില്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഞാൻ മുന്നോട്ട് വരട്ടെ. അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. പല അത്ഭുതവും അതിശയകരമാകുന്ന പ്രവൃത്തികൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടവയൊക്കെ നമ്മൾക്ക് ചുരുക്കമായി ഒന്ന് ചിന്തിക്കാം. അവര് പുറപ്പെട്ടു വന്നപ്പോൾ പിന്നെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. അവരെ വീണ്ടും പിന്തുടർന്ന് പിടിച്ച് അവരെ വീണ്ടും മിസ്രൈമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവൻ പദ്ധതി ഒരുക്കി. ഇസ്രായേൽ ജനത്തിന് പിന്നാലെ അവൻ പുറപ്പെട്ടു. ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിന്റെ ജനത്തിനും സാത്താന ശക്തികൾക്കും ഇടയിൽ ദൈവം ഒരു അഗ്നിഗോളം സൃഷ്ടിച്ചു. പ്രൈസലോ. ആ അഗ്നിഗോളം പകൽ ഒരു മേഘസ്തംഭമായി പ്രവർത്തിച്ചു, രാത്രിയിൽ അഗ്നിത്തൂണായി പ്രവർത്തിച്ചു. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രവൃത്തി. അവിടെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതൽ നൽകി. തുടർന്ന് അവര് മുമ്പോട്ട് വരുമ്പോഴാണ് ചെങ്കടലിനെ കാണുന്നത്. ലോകത്തിൽ ഇന്ന് വരെ ഒരു രാജ്യങ്ങൾക്കോ ഒരു സയൻസിനോ ഒരു വ്യക്തിക്കോ ഒരു ബുദ്ധിക്കോ ഒരു ശക്തിക്കോ സ്തോത്രം ചെയ്യുവാൻ കഴിയാത്തതായ അത്ഭുത പ്രവൃത്തിയാണ് ചെങ്കടലിനെ രണ്ടായി വിഭജിക്കുന്നതായ ഒരു അനുഭവം. നമ്മൾക്കറിയാം,
നമ്മുടെ നാട്ടിലും ലോകത്തിലെമ്പാടും പ്രത്യേക ഹല്ലേലൂയ പാലങ്ങളുടെ പട്ടണം എന്നറിയപ്പെടുന്ന ഹൂസ്റ്റൺ പട്ടണം, ഹല്ലേലൂയ സ്തോത്രം, അതുപോലെ മറ്റു പല പട്ടണങ്ങളും ഒക്കെ നമുക്കറിയാം. ചെറിയൊരു പാലം സൃഷ്ടിക്കേണ്ടതിന് ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കി അതിൽ കൂടെ മനുഷ്യനും വാഹനങ്ങൾക്കും കടന്നു പോകേണ്ടുന്ന ഒരവസ്ഥയിൽ ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കേണ്ടതിന് മനുഷ്യർ എന്തുമാത്രം പ്രവൃത്തികൾ ചെയ്യുന്നു, എന്തുമാത്രം വസ്തുവകകൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു, എത്രമാത്രം പണം അതിനു വേണ്ടി ചെലവാക്കുന്നു, എത്രമാത്രം സ്തോത്ര സമയം അതിനു വേണ്ടി മെനക്കെടുന്നു, എത്ര ചെക്കിങ്ങുകള്, എത്ര ടെസ്റ്റിങ്ങുകള്, എത്രമാത്രം സ്തോത്ര കഷ്ടപ്പാടുകൾ പെട്ടിട്ടാണ് ഒരു പാലം ഉണ്ടാകുന്നത്, ഒരു നദിക്ക് സ്തോത്രം കുറുകെ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവമായ കർത്താവ് ചെയ്തത് സ്തോത്രം ചെങ്കടലിനെ രണ്ടായി വിഭാഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ജനം സ്തോത്രം ഉണങ്ങിയ സ്തോത്രം നിലത്തുകൂടെ കടന്നുപോയി, വെള്ളത്തിന്റെ ഒരു അംശം അവരെ തൊട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതമായി ഇന്നും അത് അവശേഷിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിപൂർവം ചിന്തിക്കുന്ന വ്യക്തികൾ ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്നു, ചെങ്കടലിനെ വിഭാഗിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം ബുദ്ധിമുട്ടുണ്ട്. നീ വിശ്വസിക്കേണ്ടടാ. വിശ്വസിക്കുന്നവരുണ്ട്, അതിൽ കൂടി വിശ്വസിക്കുന്നവർ മാത്രമേ അതിൽ കൂടി മുൻപോട്ട് പോകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒന്നോ രണ്ടോ എണ്ണം വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കുന്ന അതിൽ കൂടി കടക്കുന്ന ആയിരങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്. അവരെന്നും അതിൽ കൂടെ ആ വിശ്വാസപാതയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. തുടർന്ന് നമ്മൾ കാണുന്നത്, ദൈവം അവർക്ക് വേണ്ടി ഭക്ഷണ ക്രമീകരണം ചെയ്തു. ജനം എന്താഗ്രഹിച്ചോ അത് ദൈവം അവർക്ക് കൊടുത്തു. ഞാൻ സമയം പോകുന്നതുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ആകാശം തുറന്ന് ദൈവം ശ്രേഷ്ഠകരമായ ഭോജനം അവർക്ക് നൽകി. ഇന്ന് വരെ ലോകത്തിൽ ഒരു സയൻസിനും ചെയ്യുവാൻ കഴിയാത്ത, ഇന്ന് വരെ ലോകത്തിൽ ഒരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയാത്ത, ഒരു നിരീശ്വരവാദിക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുത പ്രവൃത്തി സ്തോത്രം ദൈവം തന്റെ ജനത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു കൊടുത്തു, ശ്രേഷ്ഠകരമായ ആഹാരം കൊടുത്തു. സ്തോത്രം. തുറന്ന് അവർക്ക് കുടിക്കുവാൻ വെള്ളത്തിനായി അവർ ആവശ്യപ്പെട്ടപ്പോൾ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. ഇന്നും സ്തോത്രം യുക്തിവാദികളും സ്തോത്രം ബുദ്ധി കൂടിയവരും നിരീശ്വരവാദികളും ഒക്കെ ചോദിക്കുന്നു, പാറയെ പിളർന്നാൽ വെള്ളം കിട്ടുമോ? പാറയെ പിളർന്നാൽ വെള്ളം കിട്ടുമെടൂ. പാറയെ സൃഷ്ടിച്ചവനല്ലേ? സ്തോത്ര പാറയുടെ അകത്ത് എന്തെല്ലാം സാധന സാമഗ്രികൾ ചേരണമോ അതൊക്കെ ചേർത്ത് ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് പറയുമ്പോൾ പാറയെ പിളർന്ന് വെള്ളം മാത്രമല്ല വരുന്നത്, കർത്താവ് എന്ത് പറയുന്നു അത് മുഴുവൻ പുറപ്പെട്ടു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ആ വെള്ളം ഇന്നും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം അന്നവർ ആക്ഷരികമായി പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചുവെങ്കിൽ നാം പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ നിന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. തുറന്നു വരുമ്പോൾ ഞാൻ മുന്നോട്ട് പോകട്ടെ. അവർക്ക് വേണ്ടി ദൈവം പിന്നെയും അത്ഭുതങ്ങളെ ചെയ്തു. സീഗോൻ, ഓഗ തുടങ്ങിയതായ ശക്തന്മാരായ രാജാക്കന്മാരെ സ്തോത്രം അവൻ സംഹരിച്ചു. സ്തോത്രം. അവർക്ക് മുമ്പോട്ട് കടക്കുവാൻ കഴിയാതെ വണ്ണം, അവർക്ക് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആകാശം മുട്ടെ നിന്നിരുന്നതായ യെരിഹോ മതിലിനെ ദൈവം തവിടുപൊടിയാക്കി അവരുടെ മുമ്പിൽ നിരപ്പാക്കി കൊടുത്തു. അവർ അതിനെയും സ്തോത്രം കവർ ചെയ്ത് അതിനെയും ജയിച്ച് മുന്നേറി. തുടർന്ന് യോർദാന്റെ മുമ്പിൽ അവർ ചെന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ കടമ്പകളും കഴിഞ്ഞ് വാഗ്ദത്ത ദേശത്തിന്റെ തൊട്ട് സ്തോത്രം അടുക്കാറായപ്പോൾ പിന്നെയും ഇതാ തൊട്ട് മുമ്പിൽ സ്തോത്രം ഇരുകരകളും കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദി അവർക്ക് വെല്ലുവിളിയായി നിൽക്കുകയാണ്. നമ്മൾക്കറിയാം ഇന്ന് എത്രയോ ഡാമുകളുണ്ട് ലോകത്തിൽ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ കൂടെ പരിശോധിക്കുകയാണ്. എത്ര മാത്രം ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ അനേക ഡാമുണ്ട്. മിക്കവാറും ഡാമുകളിലൊക്കെ പോകുവാനും അവിടെയൊക്കെ പഠിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം എൻ്റെ ജോലിയുള്ള ബന്ധത്തിലും പഠനത്തോടുള്ള ബന്ധത്തിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. ദൈവമേ, ഈ ഡാമുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കി? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ കർത്താവിന്റെ ഒറ്റ വാക്കിനാൽ ദൈവത്തിന്റെ പുരോഹിതന്മാരുടെ കാല് യോർദാനിൽ പതിഞ്ഞപ്പോൾ ഹല്ലേലൂയ, വെള്ളം രണ്ടായി പിരിഞ്ഞു. ചിറ പോലെ അവിടെ നിന്നു എന്ന് വായിക്കുന്നു. ഈ അത്ഭുതം ഹല്ലേലൂയ, സ്തോത്രം ആർക്ക് വിവരിക്കാൻ പറ്റും? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളാകുന്ന നമ്മൾക്കത് വെളിപ്പെടുത്തി തന്ന ദൈവത്തെ നമ്മൾക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളാൽ ഹല്ലേലൂയ ദൈവം അവരെ നടത്തി. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളത്, ഇത്രത്തോളം ഹല്ലേലൂയ, സ്തോത്ര അത്ഭുതങ്ങളും അതിശയം ഹല്ലേലൂയ, സ്തോത്ര അടയാളങ്ങളും കാണിച്ചവരെ കൊണ്ടുവന്നെങ്കിലും ഹല്ലേലൂയ അവരെ നടത്തിയെങ്കിലും ഇറങ്ങിത്തിരിച്ചവരിൽ 2 പേർ മാത്രമാണ് അവിടെ എത്തിയത്. ബാക്കി എല്ലാവരും ഹല്ലേലൂയ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് വായിക്കുന്നു. എബ്രായ ലേഖനത്തിൽ എങ്ങനെ വായിക്കുന്നു? നിങ്ങൾക്കും ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വാഗ്ദത്ത നാടുണ്ട്. നിങ്ങളെ ദൈവം ഈ ലോകയാത്രയിൽ അത്ഭുതങ്ങൾ കാട്ടി, അടയാളങ്ങൾ ഹല്ലേലൂയ തന്ന്, ഹല്ലേലൂയ അതിശയകരമാകുന്ന കരങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ, നീട്ടിയ ഭുജം കൊണ്ടും ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടും എന്നെയും നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുവാനിടയായി തീരരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് നിത്യത തരുവാൻ ദൈവം ഒരുക്കുന്ന ഒരു നിത്യഭവനമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് വേഗത്തിൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് വരുവാനുള്ള സമയം ആസന്നമായി. ഏത് നിമിഷവും ഹല്ലേലൂയ യോശുവയും അഹരോനും ഹല്ലേലൂയ, സ്തോത്രം, മോശയും ചേർന്ന് ഇസ്രായേലേ പുറപ്പെടുക എന്നുള്ള ഹല്ലേലൂയ കാഹളം മുഴക്കി ഹല്ലേലൂയ ശബ്ദമുയർത്തി ഹല്ലേലൂയ പുറപ്പാടിനായി വിളിച്ചതുപോലെ അവര് ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ ഭവനത്തിൽ ഭയഭക്തിയോടെ ഹല്ലേലൂയ കാത്തിരുന്ന പോലെ ഈ ദിവസങ്ങളിൽ നമുക്കും കാത്തിരിക്കുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. ഇന്ന് ദുഃഖവെള്ളിയാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആ സംഭവങ്ങളൊക്കെ ഓർക്കുകയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യണമെന്നുണ്ടെന്നാൽ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഗതസമനയിൽ വെച്ച് നമ്മുടെ കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏകദേശം ഒരു 18ഓളം ഹല്ലേലൂയ ചിന്തകള്, അർത്ഥങ്ങള്, വ്യാഖ്യാനങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും അതിന്റെ ആപ്റ്റായിട്ടുള്ള ഒരു അർത്ഥമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നിലവിളിച്ചു, ഹല്ലേലൂയ, ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിതാവിനുള്ള സമത്വം, പിതാവിന്റെ മടിത്തട്ടിലിരുന്ന പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ, സ്തോത്രം, പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യവേഷം ധരിച്ച് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? തിരുവെഴുത്തുകളും പ്രകാരം അവന് ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം ജീവിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്കായി എന്നേക്കും ജീവിക്കുന്നവനായി മരണത്തെയും പാതാളത്തെയും കാൽ കീഴിലാക്കി, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമാക്കി ജയാളിയായി ഹല്ലേലൂയ ജയിച്ചവനായി ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു 3 കാര്യം കൂടെ പറയുവാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ വേഗത്തിൽ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മള് പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഹല്ലേലൂയ കർത്താവ് പ്രാർത്ഥിച്ചു. തുടർന്ന് തന്റെ ദേഹം ഹല്ലേലൂയ വിറച്ചു. ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ദേഹം വിയർത്തു. താൻ പ്രാണവേദനയിലായി, മരണഭയത്തിലായി. ഹല്ലേലൂയ, തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ഹല്ലേലൂയ ഒഴുകി. ഹല്ലേലൂയ. വേഗത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർക്ക് അത് കണ്ടു നിൽപ്പാൻ കഴിയാതെ വണ്ണം അവർ ഗതസമനത്തോട്ടത്തിലേക്ക് വന്ന് കർത്താവിനെ ആശ്വസിപ്പിച്ചു.
ഹല്ലേലൂയ സ്തോത്രം. അനേകർ ഈ പാനപാത്രം എന്താണെന്നാണ് ഞാൻ പറഞ്ഞ ഒരു 10-18ഓളം വ്യാഖ്യാനങ്ങളുണ്ടെന്ന്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വരുവാനുള്ള, താൻ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും പിതാവ് ദർശനത്തിൽ കൂടി പുത്രന് കാണിച്ചു കൊടുത്തു. പുത്രൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സംഭവം സംഭവിക്കുന്നത്. പിതാവ് തന്നെ, പിതാവും താനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും, ഇലക്ട്രിക് ലൈനിലെ ഒരു നെഗറ്റീവും പോസിറ്റീവും രണ്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എപ്രകാരം സ്പാർക്ക് ഉണ്ടായി ആ ലൈൻ മുഴുവൻ കട്ടായി അവിടെ ഇരുട്ട് വ്യാപിച്ച് കറണ്ട് പോകുന്നുവോ, അതുപോലുള്ള ഒരവസ്ഥ പുത്രനാകുന്ന കർത്താവ് കാണുവാൻ ഇടയായി തീർന്നു. അല്പനേരത്തേക്ക് പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അത് പുത്രനാകുന്ന കർത്താവിന് തന്റെ പിതാവിൽ നിന്ന് വേർപെടുന്നതായ ഒരു അനുഭവം വളരെ സങ്കടകരമാകുന്ന ഒരവസ്ഥയായി തീർന്നു. കാരണം താനപ്പോൾ പരിപൂർണ മനുഷ്യനായി തീർന്നു. മനുഷ്യൻ മാത്രമല്ല, ലോകത്തിന്റെ പാപത്തെ മുഴുവനും തന്റെ മേൽ പിതാവ് ചുമത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സ്തോത്ര വിശ്വസ്തനായ പിതാവിന്റെ ഏകജാതനായ പുത്രനായ സത്യവാനും നീതിമാനുമായ കർത്താവ് ഇപ്പോൾ ഇതാ പാപിയായി തീർന്നിരിക്കുന്നു. പാപിക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവഹിതമല്ലാതെ ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുവാൻ കാല് വെക്കുമ്പോൾ അവൻ അവിടെ മരിച്ചു വീഴും. പ്രൈസ് ഗോഡ്. അതാണ് ഒരു പാപിയുടെ അനുഭവവും ദൈവസാന്നിധ്യവും തമ്മിൽ. ഇതുപോലുള്ള ഒരു കാഴ്ചയാണ് പുത്രനാകുന്ന കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ കണ്ടത്. പാപിയാകുന്ന കർത്താവ്, അല്ലെങ്കിൽ പാപം ചുമത്തപ്പെട്ട പാപിയായി തീർന്ന കർത്താവ് കുരിശിന്മേൽ കിടക്കുമ്പോൾ ദൈവം കൈവിടുകയും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് കണ്ടു. അപ്പോഴാണ് താൻ പ്രാർത്ഥിക്കുന്ന, പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഒന്ന് മാറ്റണമേ. എന്ന് പറഞ്ഞാൽ നീ ഞാനും തമ്മിൽ സ്തോത്രമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ പിതാവ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സ്തോത്ര. അതിന് പകരമായി പുത്രനെ കാണിച്ചു കൊടുത്തത് ലോകത്തിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട്, പാപത്തിൽ അകപ്പെട്ട പിശാചിന്റെ ചങ്ങലയിൽ കുരുങ്ങി വിരൂപയായി നിൽക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളാകുന്ന ഒരു മനുഷ്യക്കൂട്ടത്തെയാണ്. ഇതാണ് ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പിതാവാകുന്ന ദൈവം വേർതിരിച്ചിരിക്കുന്നതായ കന്യക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ മണവാട്ടി. ഈ മണവാട്ടി ഇപ്പോൾ നിൽക്കുന്നത് വളരെ വിരൂപമായ അവസ്ഥയിലാണ്. ഹല്ലേലൂയ. വളരെ അഴുക്ക് പറ്റിയ അവസ്ഥയിലാണ്. ഹല്ലേലൂയ. കണ്ടാൽ അറയ്ക്കത്തക്ക അവസ്ഥയിലാണ്. ഹല്ലേലൂയ. ഇതിനെ വേണം ഇനി കഴുകി ശുദ്ധീകരിച്ച് നീതീകരിച്ച് തങ്കച്ചോരയാൽ കഴുകി ദൈവത്തിന് അനുരൂപമായി തീർത്ത് ദൈവത്തിന്റെ മുമ്പാകെ, അല്ലെങ്കിൽ പിതാവിന്റെ മുമ്പാകെ നിഷ്കളങ്കയായി വാട്ടവും കറയും മാലിന്യമില്ലാത്തവളായി നിർത്തുവാനുള്ള ചുമതലയാണ് ഇപ്പോൾ പുത്രൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി പുത്രൻ തന്റെ ജീവനെയാണ് മറുവിലയായി കൊടുക്കേണ്ടത്. ആ സമയമാണ് പിതാവ് സ്തോത്ര തന്നെ കൈവിടുന്ന പോലെയുള്ള രംഗം പുത്രൻ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇത് സംഭവിച്ചു. ക്രൂശിക്കപ്പെട്ട് കർത്താവിന് ക്രൂശിന്മേൽ ഉയർത്തി കാലുകളും ആണിമേൽ തറച്ച്, ഇരുകൈകൾ മേൽ ക്രൂശിന്മേൽ തറച്ച്, തലയിൽ മുൾമുടി തറച്ച് ഹല്ലേലൂയ അവൻ പ്രാണവേദനയിൽ കിടക്കുമ്പോൾ വേദന കൊണ്ട് അവൻ അലറി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നാണ് പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. അപ്പോഴാണ് സ്തോത്രം അവിടെ വിളിച്ചത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? തുടർന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം തോളിൽ തലചായ്ച്ച് കർത്താവ് സ്തോത്ര തന്റെ പ്രാണനെ വിട്ടു. ആ സമയം ആ പ്രാണൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകരും പറയാറുണ്ട്, ഒരു വാക്യം കൂടെ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം, ഒരു മിനിറ്റ് കൂടെ എടുക്കുന്നുണ്ട്, ഒറ്റ മിനിറ്റ് അങ്ങ് നിർത്താം. അനേകരെന്ന് പറയാറുണ്ട്, യേശു ക്രൂശിന്മേൽ വെച്ച് നിലവിളിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്തവനെ സ്തോത്രം, നീ ഞങ്ങളെ രക്ഷിപ്പാൻ വന്നു. സ്തോത്രം, നീ ക്രൂശിൽ കിടന്ന് നിലവിളിക്കാതെ
നീ ചുണയുള്ളവനെങ്കിൽ ഇറങ്ങി വാ, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക് എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടത്തെ അന്ന് തന്നെ ക്രൂശിന്റെ മുമ്പിൽ നമ്മൾ കാണുന്നു. ഇന്നും അതേ ആൾക്കാരെ ലോകത്തിന്റെ മുമ്പിൽ കാണുന്നു. എന്നാൽ അവരോട് നമ്മൾക്ക് പറയാനുള്ള ആലുയ പിശാചിന്റെ സന്തതികളെ, ആലുയ കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാനും നിന്നെ ഹാലുയ വെല്ലുവിളിയെ സ്വീകരിപ്പാനുമല്ല. ആലുയ സ്വർഗത്തിൽ പിതാവിനോടൊപ്പം ഇരുന്നവൻ ആലുയ സ്വർഗീയ ദൂതന്മാരുടെ സേവയെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്നത് നിന്റെ വെല്ലുവിളി സ്വീകരിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാനല്ല. ആലുയ അവൻ കടന്നു വന്നത്, മനുഷ്യപുത്രൻ കടന്നു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്, അവന്റെ തലയെ തകർക്കാനാണ്. പ്രൈസ് ഗോഡ്. എന്നേക്കുമായി മരണത്തിൽ നിന്നും ഹല്ലേലൂയ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് കർത്താവ് ക്രൂശിന്മേൽ ഹല്ലേലൂയ സ്തോത്രം സാധിച്ചു. ഹല്ലേലൂയ യുക്തിവാദിയെ, ഹല്ലേലൂയ ദൈവവചനത്തെയും കർത്താവിനെയും വെല്ലുവിളിക്കുന്നവരെ നീ കണ്ണു തുറന്ന് നോക്ക്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം വന്ന ഉദ്ദേശം സാധിച്ചു. He fulfilled his mission. Amen. Praise the Lord. Hallelujah. അവൻ സാത്താന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. അവൻ കല്ലടയിൽ അടക്കപ്പെട്ടു. അതോടുകൂടി എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ച ദുഷ്ടലോകമേ, ദുഷ്ട മനുഷ്യരെ, ദുഷ്ട പിശാചേ, നീ നോക്ക്. ഹല്ലേലൂയ. മൂന്നാം നാൾ കല്ലറയെ തകർത്ത് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി ഇന്നും നമ്മൾക്കായി ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും മാനസാന്തരവും നൽകി. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തത്താൽ കഴുകി തന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് ചേർത്ത് ഇന്നും അവൻ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. കർത്താവ് വന്നത് തോൽക്കുവാനല്ല, ജയിപ്പാൻ വന്നു. അവൻ ജയിച്ചു. അവന്റെ മിഷൻ അവൻ പൂർത്തിയാക്കി ജയാളിയായി ജീവിക്കുന്നു. ഇനി അവൻ വരും. ഹല്ലേലൂയ. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിന് ചിറകിന്മേൽ സഞ്ചരിച്ച് കോടാനുകോടി വിശുദ്ധ ദൂതന്മാരുമായി വരും. കാഹളത്തിന്റെ ധ്വനിയോടെ വരും. കാഹളം ധ്വനിക്കും. ഹല്ലേലൂയ സ്തോത്രം. മരിച്ച വിശുദ്ധന്മാർ അക്ഷരാ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട നാമം കർത്താവിനെ എതിരേൽപ്പാൻ അവനോടുകൂടെ ചേർക്കപ്പെടും. ഇന്ന് രാത്രി ഈ വചനങ്ങളാലും ഈ സങ്കീർത്തനത്താലും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.